100 രൂപയ്ക്ക് ചിക്കൻ മന്തിയും 100 രൂപയ്ക്ക് അടിപൊളി കല്യാണ ബിരിയാണിയും കിട്ടുന്ന പുതിയൊരു സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. വാങ്ങിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, രണ്ടുപേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ നിന്നും മന്തിയും ബിരിയാണിയും കൊടുക്കുന്നതെന്ന്. മന്തി എങ്ങനെയുണ്ട്? മന്തി സൂപ്പറാ. എങ്ങനെയുണ്ട് ഇവിടുത്തെ? 100 രൂപയ്ക്കാണല്ലേ മന്തി കൊടുക്കുന്നത്? അതെ, 100 രൂപയ്ക്ക് മന്തി, 100 രൂപയ്ക്ക് ബിരിയാണി, 100 രൂപയ്ക്ക് ബിരിയാണി. ദം ബിരിയാണി അല്ലേ? ദം ബിരിയാണി രണ്ടുപേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത്. പേരെങ്ങനായിരുന്നു? എന്റെ പേര് സിയാദ്. സ്ഥലം എവിടാ? എന്റെ വീട് ആലുവ. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ 1.5 മാസം. വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വരുവാണോ? വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വരും. എത്ര മണിയാകുമ്പോ ഇവിടെ വരും? ഇവിടെ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ. 11:30 ആകുമ്പോ വരും. എത്ര മണിയാകുമ്പോ കഴിയും? 1 മണിക്കും പോയിട്ട് തരും. എല്ലാ ദിവസവും ഉണ്ടാവുമോ? വെള്ളിയാഴ്ച ദിവസമല്ല, ബാക്കി എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും മന്തിയും ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടാവും. ബിരിയാണി മന്തിയും രണ്ടും എല്ലാ ദിവസവും അവൈലബിൾ ആണ്. എല്ലാ ദിവസവും അവൈലബിൾ. ഇത് കണ്ടോ, 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മള് എത്ര പീസ് ചിക്കൻ ആണ് മന്തിക്കകത്ത് വരുന്നത്? മന്തിക്കകത്ത് വലിയൊരു പീസ്, മന്തിക്കകത്ത് വലിയൊരു പീസ്, ബിരിയാണിക്കകത്ത് 2 പീസ് വരുന്നു. ബിരിയാണിക്കകത്ത് 2 പീസ് ചിക്കൻ. അപ്പൊ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 100 രൂപ. 2 100 രൂപ. 2 100 രൂപയാണ്. 2 100 രൂപ. നല്ല മന്തിയും നല്ല ബിരിയാണിയുമാണ് കേട്ടോ. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ വില കൂടുതലല്ലേ? ഈ വില വെച്ച് നമുക്ക് എങ്ങനെ മുതലാവും? ഏത് വിലയായാലും നമ്മൾ ആ വിലക്ക് 100 രൂപയ്ക്ക് കൊടുക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ബിരിയാണി? അടിപൊളി ബിരിയാണി. സൂപ്പർ ബിരിയാണിയാ. മന്തി എങ്ങനെയുണ്ട്? മന്തി സൂപ്പറാ. ഒരെണ്ണം മേടിച്ചോണ്ട് പോകുന്നവര് പിറ്റേ ദിവസം 5 എണ്ണം മേടിച്ചോണ്ട് പോകും. പോവാ. സ്ഥിരം വാങ്ങിക്കുന്ന സൂപ്പർ ബിരിയാണിയാ. സ്ഥിരം വാങ്ങിക്കുന്ന ഇവിടുത്തെ സ്ഥിരം വാങ്ങിക്കുന്നതാണോ? എന്തോ വാങ്ങിച്ചത്? മന്തിയാണോ ബിരിയാണിയാണോ? ബിരിയാണി എങ്ങനെയുണ്ട്? ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്? അടിപൊളിയാ. നേരത്തെ ബിരിയാണി വെച്ച് ചെയ്ത് പരിചയമുണ്ടോ? ഞാനൊരു 10 വർഷം കൊണ്ട് കാറ്ററിംഗിന്റെ പരിപാടിയുണ്ട്. 20 വർഷം കൊണ്ട് കാറ്ററിംഗ് ചെയ്യുന്ന കല്യാണ പരിപാടി, എല്ലാ പരിപാടിക്കും വെക്കുന്നല്ലേ? എല്ലാം ഉണ്ട്. നമ്മളെല്ലാ പരിപാടിയും ഉണ്ട്. ഒറിജിനൽ കല്യാണ ബിരിയാണി അല്ലേ? കല്യാണ ബിരിയാണി ദം ബിരിയാണിയാണ് കേട്ടോ. സെപ്പറേറ്റ് അല്ല, ഇറച്ചി ദമ്മായിട്ടാണ് വെക്കുന്നത്. ദമ്മായിട്ട് വെക്കുന്നത്. എന്താണ് ബിരിയാണി? അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചും ചെയ്തു തരുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം അവധിയായിരിക്കും. നമ്മുടെ ബിനീഷ് വെട്ടിയാറ് ബിരിയാണി വാങ്ങിക്കുന്നത്. ബിരിയാണിയാണോ വാങ്ങിച്ചത്? അതെ, ബിരിയാണി ഞാൻ 5 എണ്ണം വാങ്ങിച്ചു. 5 എണ്ണം സ്ഥിരം വാങ്ങിക്കുന്നല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്വാണ്ടിറ്റി? അടിപൊളിയാണ്. ക്വാണ്ടിറ്റി ക്വാളിറ്റി എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. നല്ല സ്ഥിരം വാങ്ങിക്കുന്നല്ലേ? അടിപൊളി. 100 രൂപയ്ക്ക് എന്തുകൊണ്ട് ലാഭമാണ്? 100 രൂപയ്ക്ക് എന്തുകൊണ്ട് ലാഭമാണ്? സുഖമായിട്ട് കഴിക്കാം. എന്തോ വാങ്ങിച്ച? മന്തിയാണോ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? 100 രൂപയുള്ളു. ബിരിയാണി വാങ്ങിക്കാൻ വന്നോ? നേരത്തെ കഴിച്ചിട്ടുണ്ടോ ഇവിടുത്തെ? പിന്നെ തീർച്ചയായും. എങ്ങനെയുണ്ട് ഇവിടുത്തെ? കൊള്ളാം. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നമ്മൾ വരുന്നത്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ല റൈസും ഉണ്ട്. 2 പേർ കഴിക്കാനുള്ള 2 പേർ കഴിക്കാനുള്ള ക്വാളിറ്റി ടേസ്റ്റും ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. പിന്നെ എത്ര വാങ്ങിക്കാൻ വന്നേക്കുന്നത്? പിന്നെ 5 എണ്ണം. 5 എണ്ണം. എവിടുന്ന് വരുവാ? നേരെ വെട്ടിയാൽ ഇവിടെ പേരെങ്ങനാ? രാഹുൽ. ഇവിടെ നല്ല ക്വാണ്ടിറ്റിയാണ് ഇവിടെ ബിരിയാണി കൊടുക്കുന്നത്. മന്തി അതുപോലെ തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു വലിയൊരു പായ്ക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പന്തളം മാവേലിക്കര റോഡാണ്. ഇടപ്പോൺ ഹൈസ്കൂളിനും വെട്ടിയാർ പാലത്തിനും ഇടയിലായിട്ടാണ്.